എടാ എനിക്കൊരു ഐഡിയ ഉണ്ട്, പക്ഷെ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നറിയത്തില്ല. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുഗാട്ടി കാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് കാറാണ് ഈ ബുഗാട്ടി. ഈ ബുഗാട്ടി പൊടി പിടിച്ചൊരു ഷെഡിൽ കിടക്കുന്നത് എങ്ങനെ ഉണ്ടാവും? ഇതേപോലെയാണ് നിങ്ങളുടെ അവസ്ഥ. ആർക്കും ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാനായിട്ട് വലിയ താല്പര്യമില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ മനുഷ്യന്മാരെ മെയ്ഡ് ചെയ്തേക്കണം തന്നെ ആ ഒരു പാത്തിയിലാണ്. സോ അതുകൊണ്ട് ആരെയും കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. ആർക്കും ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാനായിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവും. സോ വാട്ട് ഐ എം ടെല്ലിങ് ഈസ് ദാറ്റ് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, അതിനൊരു കറക്റ്റ് പാത്ത് നിങ്ങൾ സെറ്റ് ചെയ്യുക. ആൻഡ് അതിൻ്റെ എൻഡ് നിങ്ങൾ കണ്ടേ അടങ്ങൂ എന്നൊരു വാശിക്ക് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. പട്ടിയെ പോലെ പണിയെടുക്കേണ്ടി വരും, പല രാത്രിയും ഉറങ്ങാണ്ടിരിക്കേണ്ടി വരും. പക്ഷേ അൺടിൽ നിങ്ങളെ സാധനത്തിലോട്ട് റീച്ച് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല. പക്ഷേ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ഇട്ടിരിക്കണം. ഇല്ലാന്നാണെങ്കിൽ വെറുതെ നിങ്ങൾ ഉറക്കൊഴിച്ച പോലെ ആവും. അതാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ടൊരു പ്ലാനിങ് വേണം. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കാർ കിട്ടിയിട്ടുണ്ടെന്നാണെങ്കിൽ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് എന്തൊക്കെ ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുള്ള കറക്റ്റ് പ്ലാനിങ് കാര്യങ്ങളൊക്കെ വേണം. അല്ലാതെ വെറുതെ പൊടി പിടിച്ചൊരു ഷെഡിൽ കിടക്കുന്ന തല പോലെ ആവരുത് നിങ്ങളുടെ തല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, അതിന് കറക്റ്റായിട്ടൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക. പ്ലാൻ അറിയില്ല എന്നാണെങ്കിൽ അറിയുന്നവരോട് ചോദിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക. പട്ടിയെ പോലെ പണിയെടുക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. വൺസ് നിങ്ങൾ ആ എൻഡിലോട്ട് എത്തുന്നവരെ നിങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുക.